സ്വന്തം മണ്ണിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യം, അതായിരുന്നു ഇസ്രയേൽ. നിലനിൽപ്പിന് വേണ്ടി ആ രാജ്യം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഒരു കാലത്ത് ഇസ്രയേൽ പോരാടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇസ്രയേലിൻ്റെ താല്പര്യങ്ങളോടും എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ഹമാസിനെതിരെ അതുപോലെ സിറിയയിലൊക്കെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഭീകരവാദത്തിനെതിരായിരുന്നു. ലോകത്തെ നശിപ്പിക്കുന്ന ഭീകരവാദികൾക്കെതിരെ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയപ്പോഴും ഇസ്രയേലിൻ്റെ നിലപാടുകളോട് അനുകൂലമായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ഹമാസിൽ പിന്നീട് നടത്തിയ ആക്രമണങ്ങളെല്ലാം തന്നെ നിരപരാധികളെ കൊന്നൊടുക്കാനായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ച് കുഞ്ഞുങ്ങളെ വരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇസ്രയേൽ സേന വധിക്കുന്ന കാഴ്ച നാം കണ്ടു. ദരിദ്രരും പട്ടിണി പാവങ്ങളുമായ ഒട്ടേറെ പേർ ഭക്ഷണം പോലും കിട്ടാതെ തെരുവിൽ പിടഞ്ഞു വീഴുന്ന കാഴ്ച വളരെ ഭയാനകതയോടെയാണ് നമ്മൾ കണ്ടത്. പല സ്ഥലങ്ങളിലും ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വരെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊന്നു അവർ. ഇസ്രയേൽ ഹമാസിനോട് മാത്രമല്ല ഇറാനിലും ആക്രമണം നടത്തി. ഇറാന് നേരെ പലതവണ ഇസ്രയേൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. എന്നാൽ പിന്നീട് ഇസ്രയേൽ ഇന്ന് ഖത്തറിന് നേരെ ഇസ്രയേലിൻ്റെ ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഖത്തറിലെ ദോഹയിൽ ഹമാസ് താവളങ്ങൾക്ക് നേരെ ഹമാസ് ഭീകരവാദികൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്രയേലിൻ്റെ ഈ താന്തോന്നിത്തരം അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും അമേരിക്കയുണ്ട്. അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക നിലകൊള്ളുന്നു. ലോകത്തെ ഭീകരവാദത്തിനെതിരെ എന്ന് പറഞ്ഞവർ നടത്തുന്നത് ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവർ ലോകത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യാൻ തങ്ങൾക്ക് കഴിയും. തങ്ങളെ ആരും തടുക്കാൻ വരണ്ട. തങ്ങൾക്ക് ഒരാളെ ആക്രമിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായും തങ്ങൾ അവരെ ആക്രമിക്കും. എന്ത് തോന്നിയാസാണ് ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും ഒക്കെ ഇസ്രയേലിനോട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും ഒരു ദാക്ഷിണ്യവും കൂടാതെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കാൻ അവർ കാണിക്കുന്ന ഒരു ദയയുമില്ലാത്ത നിലപാടുകളോട് എന്നും വിയോജിപ്പ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അവർ എന്ത് തന്തയില്ലായ്മത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക ഫുൾ സപ്പോർട്ടോടെ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തോന്നിയാസത്തിൻ്റെ ഏറ്റവും വലിയ കാരണം.